അടുത്ത വർഷം ജപ്പാനിൽ നടക്കുന്ന ലോക മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു താരമുണ്ട് കൊല്ലത്ത്. നടത്തത്തിലും ലോങ് ജമ്പിലുമാണ് ഷീബ എന്ന കൊല്ലം സ്വദേശിനി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ താരത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആമുഖത്തിന് ശേഷം വന്ന ഞാറ്റുപാട്ട് കണ്ട് ഈ ചാനലിന് ഇതെന്താ വാർത്ത മാറിപ്പോയെന്ന സംശയം പ്രേക്ഷകർക്ക് തോന്നിയേക്കാം. ഒന്നും മാറിയിട്ടില്ല. മാറ്റമില്ലാത്ത ഷീബയുടെ ജീവിതമാണ് ഈ പാടത്ത് കാണുന്നത്. ഈ പാടമാണ് ഷീബയുടെ പരിശീലന ട്രാക്ക്. ഈ ട്രാക്കിൽ പണിയെടുത്ത് ശ്രീലങ്ക, സിംഗപ്പൂർ, ഇന്തോനേഷ്യ എന്നിങ്ങനെ 3 ഇടങ്ങളിൽ ഷീബ മെഡൽ നേടി. ട്രാക്കിലെ പെൺപുലി എങ്ങനെയാണ് പാടത്ത് ഞാറ് നടാനെത്തിയത്? അനിയത്തി ഇങ്ങനെ ഫോഴ്സിലൊക്കെ നല്ല മിടുക്കിയാണ്. പല സ്ഥലത്തും പോയി വൻ വിജയമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ജീവിക്കാൻ അല്ലാതെ വേറെ നിവർത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ടും കൂടെയാണ് ഈ വയലിപ്പണിക്കും കൂടെ വരും. വയലിപ്പണിക്ക് ഞങ്ങൾ വയലിപ്പണി ഉള്ളപ്പോൾ വയലിപ്പണിക്ക് ഞങ്ങൾ വിളിച്ച് സഹായിച്ച് ചുമടും കാര്യങ്ങളും നടിയിലൊക്കെ വിളിച്ച് കൊടുക്കും. ഞാനൊരു കശുവണ്ടി തൊഴിലാളിയും കൂടെയാണ്. എനിക്ക് 2 പെൺമക്കളാണ്. എൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാഫാണ്. 10 രൂപയാണ് എനിക്ക് ശമ്പളമുള്ളത്. അതിൽ നിന്ന് നമുക്ക് വണ്ടിക്കൂലി എല്ലാം കഴിഞ്ഞ് അതിൽ മിച്ചം പിടിക്കാനങ്ങ് ഒന്നുമില്ല. പിന്നെ ഇതെനക്ക് വയലിപ്പണിയുള്ളപ്പം ഞാൻ വയലിലൊക്കെ വരാറുണ്ട്. ഈ മുതലാളിമാരൊക്കെയാണ് എന്നെ സഹായിക്കാറൊക്കെയുള്ള. രാജേഷിൻ്റെ പണിയൊക്കെ ഞാൻ ഒരുപാട് ചെയ്ത്. ചുമടാണ് ദാരിദ്ര്യം. അതാണ് ഷീബയ്ക്ക് ചേറിൽ ട്രാക്കൊരുക്കുന്നത്. പക്ഷേ ഈ ദാരിദ്ര്യത്തിന് അറിയില്ല ഷീബയുടെ ഉള്ളിലെ കായിക താരത്തിന് എത്ര വീര്യമുണ്ടെന്ന്. ഞാൻ ഫസ്റ്റ് പോയത് ശ്രീലങ്കയിലാണ്. ശ്രീലങ്കയിൽ എനിക്ക് കശുവണ്ടി പാറ്റി സഹായിച്ച് 50,000 രൂപ അന്ന് ഞാൻ ശ്രീലങ്കയ്ക്ക് പോയി. അവിടെ എനിക്ക് 800 മീറ്റർ വാക്കിങ്ങിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇന്തോനേഷ്യയിൽ പോയി. അത് ജനങ്ങളെല്ലാവരെയും നല്ല സപ്പോർട്ടോടെയാണ് ഇന്തോനേഷ്യയിൽ പോയത്. നല്ല സംഘടനകൾ എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പോയത് സിംഗപ്പൂരാണ്. സിംഗപ്പൂരും എനിക്ക് 5000 മീറ്റർ വാക്കിങ്ങിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഇക്കണ്ട കാലം അത്രയും മത്സരത്തിന് പോകാൻ നാട്ടുകാരായ സുമനസുകളാണ് പണം നൽകി സഹായിച്ചത്. അടുത്ത വർഷം ജപ്പാനിൽ ലോക മാസ്റ്റേഴ്സ് മീറ്റ് നടക്കുകയാണ്. നടത്തം, ലോങ് ജമ്പ്, ഹൈ ജമ്പ് എന്നിങ്ങനെ 3 ഇനങ്ങളിൽ ഷീബ ഇറങ്ങും. പണം ഇപ്പോഴും ആയിട്ടില്ല. അതിനിടെ മകൾക്ക് പഠിക്കാൻ ഫോൺ വാങ്ങണം. സ്വന്തമായി ഒരു വീട് വേണം. ഞാറ്റുപാട്ട് കേൾക്കട്ടെ. ചേറിൽ പൂണ്ടകാല് ഷീബ ഇരട്ടി ശക്തിയോടെ വലിച്ചുയർത്തട്ടെ. ദൂരവിജയം നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ക്യാമറ പേഴ്സൺ മനോജ് പിയോടൊപ്പം ശ്യാമാർ ബാബു, മീഡിയ 1 കൊല്ലം.